വെരി ഗുഡ്. വെൽക്കം. മുതിർന്ന കോൺഗ്രസ് നേതാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന് ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിനോടുള്ള അമർഷമാണ് കാരണമെങ്കിൽ അവർക്ക് CPM-ൽ പോകാമായിരുന്നില്ല എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ബി.ജെ.പി തിരഞ്ഞെടുത്തുവെന്നാണ് കേരളത്തിലെ പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ഇതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പോലും പലരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കോൺഗ്രസ് നേതാക്കൾ പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ ഇഡിക്കടക്കം പങ്കുണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടുകൂടി ഭർത്താവ് ഡോക്ടർ വേണുഗോപാലും മറുപടിയുമായും എത്തി. പത്മജ മുതിർന്ന ബി.ജെ.പി നേതാവ് JP നദ്ദ, പ്രകാശ് ബാനേക്കർ എന്നിവരെ കണ്ടിരുന്നു. പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. പത്മജ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പങ്കുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ബിന്ദു കൃഷ്ണയാണ്. പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തുവെന്നും കേട്ടിരുന്നുവെന്നും അവർ പറഞ്ഞു. പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ ഇഡി അയക്കുമെന്ന തരത്തിലുള്ളതെന്നും ബിന്ദു കൃഷ്ണ സൂചിപ്പിച്ചിരുന്നു. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്ന പത്മജ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച സഹോദരനും MP-യുമായ K മുരളീധരനടക്കം ശോഭാ സുരേന്ദ്രനടക്കമുള്ള കേരള ബി.ജെ.പി നേതാക്കൾ വിമർശിക്കുകയുണ്ടായി. മുരളീധരന് ശക്തമായ രീതിയിൽ മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ടെന്നും കുറച്ചുനാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുരളിജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണത് ചെയ്യാത്തതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. രാഷ്ട്രീയത്തിൽ സ്ഥിരതയെന്ന ശത്രുതയില്ലെന്ന് പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് പത്മജയുടെ ഇപ്പോഴത്തെ നീക്കം. ബി.ജെ.പിയുടെ ആസ്ഥാനത്തെത്തി ഇപ്പോൾ തന്നെ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഓറഞ്ച് നിറമുള്ള ഷോൾ അണിയുകയും ചെയ്തു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതിൽ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പത്മജ വേണുഗോപാൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായി പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ചാലക്കുടി മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമായി പുറത്തു വരികയാണ്.